നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് കാലത്ത് പല ഗിമ്മിക്സുകളും നമ്മൾ കാണാറുണ്ട്. ചില രാഷ്ട്രീയ നേതാക്കൾ അവർക്ക് ഇട്ടുമൂടാനുള്ള സ്വത്തൊക്കെ കാണും, അല്ലെങ്കിൽ അളിയൻ വലിയ കരിമണൽ കർത്തയൊക്കെ ആയിരിക്കും. പക്ഷേ അവർ നടക്കുന്നത് സൈക്കിളിലായിരിക്കും നടക്കുന്നത്, ഉപയോഗിക്കുന്നത് മറ്റേ ബട്ടൺ ഫോണൊക്കെ ആയിരിക്കും. ഇപ്പോൾ കൊച്ചു പിള്ളേരുടെ കയ്യിൽ പോലും സ്മാർട്ട് ഫോണും മറ്റുമൊക്കെ ആയിരിക്കുമ്പോൾ എനിക്കിത് മതി എന്നുള്ള രീതിയിൽ ബട്ടൺ ഫോണൊക്കെ കാണിച്ചിട്ടാണ്, പണ്ടത്തെ ബട്ടൺ ഫോൺ നോക്കിയ മോഡലുള്ള ഫോണൊക്കെ ആയിരിക്കും അവർ ഉപയോഗിക്കുന്നത്. CPM നേതാവ് C. രവീന്ദ്രനാഥിൻ്റെ കാര്യം തന്നെയാണ് ഞാനീ പറയുന്നത്. സൈക്കിളൊക്കെ ചവിട്ടുക എന്നുള്ളത് ആളുകളുടെ ലാളിത്യത്തിനെ കാണിക്കുന്നതല്ല മിസ്റ്ററെ. അത് ഇപ്പോൾ ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, വ്യായാമത്തിന് വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ, അത് ബിൽഗേറ്റ്സ് വരെ ഉപയോഗിക്കുന്ന സംഗതിയാണ്. അവർ വരെ, ബിൽഗേറ്റ്സ് ആണെങ്കിലും കൊള്ളാം, അംബാനിയൊക്കെ ആണെങ്കിലും കൊള്ളാം, അവരൊക്കെ സൈക്കിൾ ചവിട്ടി പോകുന്നത് അത് ലാളിത്യത്തിൻ്റെ ഒരു അളവുകോളോ ചൂണ്ടുപലകയോ ഒന്നുമല്ല. അത് വലിയ ലാളിത്യമാണെന്ന് കരുതണ്ട. പിന്നെ ഈ ബട്ടൺ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ കാര്യം, താങ്കൾ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ നിന്ന് താങ്കളുടെ സിംപ്ലിസിറ്റിയെ പറ്റി പറയുന്നുണ്ട്. ഞാൻ ബട്ടൺ ഫോണാണ് ഇതിൻ്റെ ആവശ്യമുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. ഈ ഉമ്മൻചാണ്ടി അറിയാലോ, ഉമ്മൻചാണ്ടി എന്ന മന്ത്രി, അദ്ദേഹം ഫോൺ പോലും ഉപയോഗിക്കില്ലായിരുന്നു. പകരം അദ്ദേഹം ആരുടെ ഫോണാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? ജിക്ക് മോൻ, ജോപ്പൻ, സലിം രാജ്, ഈ 3 പേരുടെ ഫോണുകളായിരുന്നു അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം ഉപയോഗിച്ച ഫോൺ, അദ്ദേഹം വിളിച്ചുകൊണ്ടിരുന്ന ഫോണിൽ നിന്ന് അദ്ദേഹം അറിയാതെ തന്നെ അവർക്ക് പല കാര്യങ്ങളും നടത്താൻ പറ്റും. കാരണം ഉമ്മൻചാണ്ടി ഉപയോഗിച്ച ഫോണാണല്ലോ. ആ ഫോണിൽ നിന്ന് വിളി വരുമ്പോൾ ഉമ്മൻചാണ്ടി വിളിക്കുന്നു എന്ന തരത്തിലായിരിക്കും അത് കേൾക്കുന്നവന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് മാത്രം അവർ ഒരുപാട് തട്ടിപ്പുകൾ ഉമ്മൻചാണ്ടിയെ മുൻനിർത്തി ചെയ്തിട്ടുണ്ട്. സോളാർ തട്ടിപ്പ് കാലമൊക്കെ ഓർമ്മ വരിക ജിക്കുമോൻ, ജോപ്പൻ, സലിം രാജ്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഉമ്മൻചാണ്ടിയുടെ സിംപ്ലിസിറ്റി കൊണ്ട് ഈ നാടിന് എന്തെങ്കിലും നേട്ടമുണ്ടായി എന്നാണോ? അല്ല, കോട്ടമേ ഉണ്ടായുള്ളൂ. ഒരുപാട് കോട്ടമുണ്ടായി. ഒരാവശ്യമില്ലാതെ ഉമ്മൻചാണ്ടി തെറിയെ കണ്ടുവന്നു. ഒരു സോളാർ വിവാദ നായിക അവരുടെ വായിൽ വന്ന എല്ലാം പറഞ്ഞു. ഇപ്പോൾ അന്തരിച്ച ഉമ്മൻചാണ്ടിയെ നമ്മൾ വീണ്ടും വലിച്ചു വെക്കേണ്ട കാര്യമില്ല. എന്നാലും ഈ സിംപ്ലിസിറ്റിയുടെ കാര്യം പറയുമ്പോൾ ഇദ്ദേഹത്തെ പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല, മുഖ്യമന്ത്രിയായിട്ട് ഞാൻ ഫോൺ ഉപയോഗിക്കുന്നില്ല, ഞാൻ എൻ്റെ സ്റ്റാഫിൻ്റെ ഫോണാണ് ഉപയോഗിക്കുന്നത്, അതെൻ്റെ ലാളിത്യം കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശുദ്ധ ഭോഷ്കാണ്. അങ്ങനെ പാടില്ല. ഒരു ഭരണാധികാരി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അഴിമതിക്ക്, കെടുകാര്യസ്ഥതയ്ക്ക് അല്ലെങ്കിൽ സ്വജനപക്ഷപാതത്തിനൊക്കെ വഴിവെക്കാൻ വേണ്ടി അദ്ദേഹം അറിഞ്ഞോ അറിയാതെ നിന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ഫലം കേരളം അനുഭവിച്ചാണ്. അപ്പോൾ അതിൻ്റെ മറ്റൊരു പതിപ്പാണ് ഈ C. രവീന്ദ്രനാഥ് എന്ന വ്യക്തി. ഞാൻ ബട്ടൺ ഫോണാണ് ഉപയോഗിക്കുന്നത്, ഞാൻ സ്മാർട്ട് ഫോണൊന്നും ഉപയോഗിക്കുന്നില്ല, അതെൻ്റെ ലാളിത്യമാണെന്ന് പറയുന്നത് ഫുൾ ഉഡായിപ്പാണ്. അതായത് ഒന്നുകിൽ നിങ്ങൾക്ക് ആ ടെക്നോളജി അറിയില്ല, അല്ലെങ്കിൽ അതിനോട് ഈ പുതിയ കാലത്തോട് പൊരുത്തപ്പെടാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട്. അത് നിങ്ങൾക്ക് സ്വതവേ ഉള്ളതാണെന്ന് അറിയാൻ. കാര്യം കമ്പ്യൂട്ടർ വരുന്ന സമയത്ത് അതിനെ എതിർത്തു, ട്രാക്ടർ വരുന്ന സമയത്ത് എതിർത്തു, ട്രില്ലർ വരുന്ന സമയത്ത് എതിർത്തു, ടൈപ്പ് റൈറ്ററിനെ എതിർത്തു, റോബോട്ടിനെ എതിർത്തു, ഒടുവിൽ എക്സ്പ്രസ് വേ വരെ എതിർത്തു. ഇപ്പോൾ അതെല്ലാം തിരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങളുടെ ഇത്. പിന്നെ ഇങ്ങനെ ലാളിത്യം കാണിക്കുന്നു എന്നുകൊണ്ട് നിങ്ങൾ നല്ല മനുഷ്യനും ആകത്തില്ല. വേറൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ശശീന്ദ്രൻ, വയനാട്ടിലെ ശശീന്ദ്രൻ എന്ന് പറഞ്ഞ ഒരു ലാളിത്യമുള്ള മനുഷ്യനുണ്ട്. പാലൊക്കെ കറന്ന് മറ്റേ ഈ പാലിൻ്റെ തൂക്കുപാത്രമൊക്കെ ചുമന്നുകൊണ്ട് ചെരുപ്പ് പോലും ഇടാതെ നടക്കുന്ന മനുഷ്യനാണ്. അറിയാമല്ലോ. ഈ കഴിഞ്ഞിടയ്ക്ക് 10-18 പേര് കൂടി ഒരു പാവം പയ്യനെ തല്ലിക്കൊന്ന് ചവിട്ടിക്കൊന്ന് കെട്ടിത്തൂക്കി. SFIക്കാരാണ്. അവരെ കോടതിയിൽ ഹാജരാക്കാൻ വേണ്ടി പോയപ്പോൾ അവർക്ക് കൂട്ടുപോയ മഹാൻ ഈ മനുഷ്യനാണ്, ശശീന്ദ്രനാണ് പോയത്. അവസാനം ജഡ്ജി ആട്ടിവിട്ട് ഇറങ്ങിപ്പോൾ എന്ന് പറഞ്ഞ്. ചെരുപ്പിടാത്തതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി, പെട്ടെന്നെടുത്ത് ഓടാൻ പറ്റി. അല്ലെങ്കിൽ ഇറങ്ങിയിട്ട് ചെരുപ്പൊക്കെ ഇടുമ്പോൾ അത്രയും താമസം വരുമല്ലോ. കണ്ടം വഴി ഓടാൻ വേണ്ടിയിട്ട് ചെരുപ്പില്ലാത്തത് നന്നായി. അപ്പോൾ പുള്ളിയുടെ ലാളിത്യം എന്താണെന്ന് ജനങ്ങൾക്ക് അന്ന് മനസ്സിലായി. ഈ ലാളിത്യമായിട്ട് നടക്കുന്നു. ആദ്യം പുള്ളി MLA ആയിരുന്ന സമയത്ത് പുള്ളി അവിടെ നിന്ന് ട്രെയിൻ കയറി, വയനാട്ടിൽ ട്രെയിനിലില്ല, അവിടെ നിന്ന് അടുത്ത സ്ഥലത്ത് വന്നിട്ട് അവിടെ നിന്ന് ട്രെയിൻ കയറി തമ്പാനൂരി വന്ന് ഇറങ്ങി, അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചു, അവിടെ നിയമസഭയിൽ ചെന്നു, അവിടെ നിന്ന് ചെരുപ്പ് പോലും ഇല്ലാതെ നടന്നു പോയി സത്യപ്രതിജ്ഞ ചെയ്തു. അന്ന് കമ്മികളെല്ലാം വളരെ ലാളിത്യം, സിംപ്ലിസിറ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാളുടെ ഫോട്ടോയൊക്കെ ഇട്ട് ഭയങ്കര ആഘോഷമായിരുന്നു. ഏതാണ്ട് സമാനമായ രീതിയിലാണ് ഈ C. രവീന്ദ്രനാഥിനെയും ഇവർ കാണുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഈ അമിതമായിട്ടുള്ള സിംപ്ലിസിറ്റി, ഈ ലാളിത്യം കാണിക്കുന്നവരൊക്കെ പക്കാ ഫ്രോഡുകളായിരിക്കും. ആ കാര്യം പറയുന്നത് നമുക്ക് മടിക്കൊന്നും വേണ്ട. അതാണ് ഇതുവരെയുള്ള അനുഭവം. അതുകൊണ്ട് നിങ്ങൾ എന്താണ് അതായിട്ട് ജീവിക്കാൻ നോക്കുക. അല്ല ആളുകളുടെ മുന്നിൽ ഗിമ്മിക്സ് കാണിച്ച് ഞാൻ വളരെ വിനയകുനീയനാണ്, അല്ലെങ്കിൽ ഈ സിംപ്ലിസിറ്റിയുടെ ആളാണ്, ലാളിത്യമുള്ള ആളാണ് എന്നൊക്കെ പറഞ്ഞ് നടക്കുമ്പോൾ ആളുകൾ തിരിച്ചു ചോദിക്കും, കരിമണൽ കർത്തയുടെ അളിയൻ തന്നെയല്ലേ നിങ്ങൾ? കരിമണൽ കർത്ത തന്നെയല്ലേ നിങ്ങളുടെ അളിയൻ എന്ന് ആരെങ്കിലും തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടി പറയും C. രവീന്ദ്രനാഥെ? അതുകൊണ്ട് ഇതുപോലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് ഉടായ്പകളൊക്കെ മാറ്റി വെച്ചിട്ട് മാനമര്യാദയ്ക്കൊക്കെ ജീവിച്ച് നോക്ക്. അങ്ങനെ കിട്ടുന്ന വോട്ട് നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റും. അല്ലാതെ ഉടായ്പ് പണി കാണിച്ചിട്ടല്ല വോട്ട് മേടിക്കേണ്ടത്. കേട്ടോ C. രവീന്ദ്രനാഥ് മാഷെ. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.